ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിഗ്സാഗ് ഗെയിം പ്ലേ. ഇപ്പോൾ ഇന്ന് നമ്മളതിൽ ഒന്നും പൈസയൊന്നും ഇല്ലാതിരിക്കുകയാണ്. റീസെൻ്റ്ലി ഞാൻ പുതിയ കാറൊക്കെ മേടിച്ചിരുന്നു. മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഫോർച്യൂണർ ആയിരുന്നു. എന്നാൽ ഞാൻ ഇപ്പോൾ ഫോർച്യൂണർ കൊടുത്ത് ഡിഫൻഡർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന ഡിഫൻഡറാണിത്. ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല. അതുകൊണ്ട് നമുക്ക് വല്ല പൈസ ഉണ്ടോയെന്ന് ജംഗ്ഷനിലൊന്ന് തപ്പിയിട്ട് വരാം. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ആരെങ്കിലും കണ്ടതെന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ കുറച്ച് പേരൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിർത്താൻ വണ്ടി. ഇവിടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കാം. ഈ പിറകെ നിൽക്കുന്ന ആളടുത്ത് ചോദിച്ചു നോക്കാം. ഓക്കെ, അതെ ചേട്ടാ, ഇവിടെ മറ്റേ പൈസ കിട്ടാൻ വല്ല വഴിയല്ലോ ഉണ്ടോ ചേട്ടാ? പൈസ കിട്ടാനുള്ള വഴിയില്ല, അതിനൊരു വഴിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ താങ്കൾ ഇന്നത്തെ ന്യൂസ് കണ്ടില്ലേ? ഇല്ല, എന്തിനായിരുന്നു ന്യൂസ്? ഇന്നത്തെ ന്യൂസ് ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ ന്യൂസിൽ കാണിച്ചത് ഒരു ചാലഞ്ച് ഉണ്ട്. ആ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് 10 ലക്ഷം രൂപയും പിന്നെ താർ റോക്സും കിട്ടുന്നതാണ്. അത് തന്നെ, ഞാൻ അറിഞ്ഞില്ലല്ലോ. വല്ലപ്പോഴെങ്കിലും ന്യൂസ് കാണണം. അപ്പോൾ ശരിയെന്നാ, പെട്ടെന്ന് അത് ചെയ്തു. അപ്പോൾ ചേട്ടാ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കാര്യങ്ങളൊക്കെ നീ ന്യൂസ് ഇട്ട് നോക്കിയോ? ഒരു കോണ്ടാക്റ്റ് നമ്പറാണ്. അപ്പോൾ അതിലേക്ക് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് എല്ലാം സെറ്റാക്കിയാൽ മതി. ശരി ചേട്ടാ. അപ്പോൾ ഗൈസ്, നമുക്ക് പൈസ ഇട്ട ഒരു വഴിയുണ്ട്. എന്തിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ന്യൂസിൽ കാണിച്ചത് ഏതോ ഒരു ചാലഞ്ച് ഉണ്ട്. ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് 10 ലക്ഷം രൂപയും പിന്നെ താർ റോക്സും കിട്ടുമെന്നാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ചാലഞ്ച് ഒന്ന് കംപ്ലീറ്റ് ആദ്യം ആ ന്യൂസ് എടുത്ത് നോക്കട്ടെ ഞാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ ചാലഞ്ചിനോട് എത്തിയൊക്കെയാണ്. ഞാൻ ന്യൂസൊക്കെ കണ്ട് കോണ്ടാക്റ്റ് നമ്പറിലൊക്കെ വിളിച്ച് അങ്ങനെ നമ്മൾ ഈ ചാലഞ്ചിനോട് എത്തിയൊക്കെയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് നടക്കുന്നത്. ദോണ്ട നമ്മളെ വീടിൻ്റെ കുറേ കൂടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബിൽഡിംഗ് വേണം. ഈ ബിൽഡിങ്ങിലാണ് അവർ ചാലഞ്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അപ്പം ഇവിടെ ഫുള്ള് നെറ്റ് വാളുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹെലികോപ്റ്ററിലാണ് ഇവിടെ കൊണ്ടിട്ടത്. ഇവിടെ എന്തൊരു സർക്കിൾ പിന്നെ 2 മരം, സ്റ്റാർട്ട് ബോർഡ്. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് ZX10R കവാസക്കി നിഞ്ച ZX10R. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ, നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഫാൻ ഇടിച്ച് കുഴപ്പമില്ല. പെട്ടെന്ന് അല്ലെങ്കിൽ നെരുങ്ങിയില്ല. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ചാടിക്കാം. ചാടിച്ചിട്ട് ഉപയോഗം കിട്ടിയില്ല. കാര്യം ചെയ്ത് നമുക്ക് താണ്ട് ഇങ്ങനെ ഒന്ന് ഓക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ചിങ്ങനെ പോവാം. ഓക്കെ, ബെസ്റ്റ്. കുഴപ്പമില്ല. ഓക്കെ, നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തി. ഇവിടെ ആയിട്ട് ചെക്ക് പോയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ചെക്ക് പോയിൻ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് കറങ്ങി വരട്ടെ. ഈ വഴി പോയിരുന്നാൽ ഈ ഫാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനത്തെ കണ്ടെയ്നർ. ഇപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ കണ്ടെയ്നറിൽ കയറാം. ഓക്കെ, ഓക്കെ നമ്മൾ ഒരു ചെക്ക് പോയിൻ്റ് ടച്ച് ചെയ്ത് ഇനി അടുത്ത ചെക്ക് പോയിൻ്റ് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ സ്ലോ ആക്കണം. നമ്മൾ വീഴാതെ സൂക്ഷിക്കണം. ഇവിടെ കുറച്ച് ടഫാണ് ഗൈസ്, ഇവിടെ കുറച്ച് ടഫാണ്. സീനാണിത്. ഇത് കുറച്ച് ടഫാണ്. പേടിയൊക്കെ ആവും. എനിക്ക് സത്യമാണ് പേടിയൊന്നും ആവുന്നില്ല.
ഗൈസ്. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് മിസ് ചെയ്യണേനെ. അവിടെ പോയി വീരാൻ പോയി ഞാൻ. ഇവിടെ ചെക്ക് പോയിൻ്റ് ഉണ്ട്, പക്ഷേ ഇവിടെ ചെക്ക് പോയിൻ്റ് ഇല്ല. ആ മോശമായി പോയി വെക്കാത്തത്. ഇനി ഇതാണ് ഇവിടെ ചരിഞ്ഞ് മതിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തട്ടാതെ പോകണം. തട്ടിയാൽ അപ്പം താഴെ കിടക്കും. ഓക്കെ ഇനി അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ സർക്കിൾ പാനലിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫാനുണ്ട്. ഇനി ചാടനാൾ. ഇനി നേരെ പോയാൽ മതി. ഈ ചാലഞ്ചിന് ജയിച്ച 10 ലക്ഷം രൂപയും താർ റോക്സാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ താർ റോക്സ് മറ്റേ പുതിയതായിട്ട് മഹേന്ദ്ര ഇറക്കിയ വണ്ടിയാണ്. അത് താറിൻ്റെ 5 ഡോർ ഇറങ്ങിയിട്ട് കുറേ ദിവസമായി. എന്നാലും നമുക്കത് കിട്ടാൻ പോവുകയാണ്. താർ റോക്സിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അഡാസ് ഉണ്ട്, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അഡാസ് ഉണ്ട്, പിന്നെ വേറെ മറ്റേ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ്സ് ആണ്. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അതിൽ മറ്റേ 3 ഡോറിൽ വേണത് ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ്. 5 ഡോറിൽ വേണത് മറ്റേ LED ഹെഡ് ലാംപ്സ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ വീണാണ്. ഓക്കെ, ഇവിടെ നെറ്റ് ആൾ വെച്ചത് എന്തുകൊണ്ടും നല്ലത്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇതേപോലത്തെ സ്ഥലത്ത് ബൈക്കിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയും അടുപ്പിച്ച് വെച്ചാൽ ചെയ്യാനൊന്നും പറ്റില്ല. കുറച്ചും കൂടി ഡിസ്റ്റൻസ് വേണം. ഓക്കെ, ഇവിടെ ചരിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ എന്താണ് ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് ഇങ്ങനെ അങ്ങ് പോകും. അപ്പം നമ്മളിങ്ങനെ സൂക്ഷിക്കണം. ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന സംഭവത്തിലെല്ലാം സൂക്ഷിക്കണം. ഓക്കെ, അടുത്ത് ഇങ്ങോട്ടാണ്. കയറട്ടെ. ഓക്കെ, നേരെ പോ. ഓക്കെ ഗൈസ്, ഓക്കെ, ഇങ്ങനെ നേരെ പോവാം. ഇവിടെ അതേപോലെ കട്ടകളുണ്ട് വളയ്ക്കാനൊക്കെ. പക്ഷേ ഇതും മറ്റേ അടുപ്പിച്ചാണൊക്കെ വെച്ചേക്കണം. ഇതിലൊന്നും സ്റ്റെബിലിറ്റി ടെസ്റ്റ് അത്രയ്ക്കും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇതിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാനും പറ്റും. പക്ഷെ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലോണം ചെയ്യാൻ പറ്റും സ്റ്റെബിലിറ്റി ടെസ്റ്റ്. ഇപ്പോൾ ZX എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ച് സ്റ്റെബിലിറ്റി ഉണ്ടെന്നാണ് തോന്നണത്. ടെസ്റ്റ് ചെയ്ത് നോക്കണം, എന്നാലേ ഇതിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റി എത്രയൊക്കെ സ്റ്റെബിലിറ്റി ഒക്കെ എത്രയാണെന്ന് നോക്കാൻ പറ്റും. ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ഇവിടെയൊക്കെ ഡേഞ്ചറാണ് ഗൈസ്. ടച്ച് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ ആശ്വാസമാണ് എനിക്ക്. ഓക്കെ, ബ്രേക്ക് ഒരു കാരണവശാലും പിടിക്കില്ല എന്നാൽ ചറിയിപ്പോൾ. കണ്ടെയ്നർ പെട്ടെന്ന് അതാണ് ബ്രേക്ക് പിടിക്കാതെ തന്നെ ഞാൻ ഇപ്പോൾ ചറുവാണ്. ഓക്കെ, കണ്ടെയ്നറിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി ചാടിക്കാനാണ്. ഇതൊക്കെ ഡേഞ്ചറാണ്. വെറുതെ അല്ല അവിടെ ചെക്ക് പോയിൻ്റ് അവന്മാർ കൊണ്ട് വെച്ചത്. ഇത് ഡേഞ്ചറായിട്ടുള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ആ ഡേഞ്ചറെങ്കിലും മാറി കിടന്ന് നമ്മളതാണ്ട് പുറത്ത് കയറാൻ നോക്കാൻ. പെട്ടെന്ന് കയറി. ഭാഗ്യം ഗൈസ്, നമ്മൾ പെട്ടെന്ന് അതിന് കയറിയിരിക്കുകയാണ്. അതിന് അടുത്ത് ഇതാണ്. ഇവിടെ കുറച്ചും കൂടെ സൂക്ഷിക്കാനുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ബാക്ക് പോവാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് ഞാൻ കേട്ടിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. അതിന് ചെയ്യാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇത് റേസ് അല്ല, ഇത് റേസ് എന്ന് പറയുമ്പം റേസ് എന്ന് പറയുമ്പം എന്താണ് ഒരുപാട് ബൈക്ക് റേസ് ഇങ്ങനെ നടക്കണം. അത് വിട്, എന്തായാലും റേസ് തന്നെ. ഇതും ഒരു റേസ് പോലെ തന്നെയല്ല. അത് വിട് ഗൈസ്. ഓക്കെ, നമുക്ക് ബാക്കി ഇതിനെ പറ്റി നോക്കാം. ഓക്കെ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ എൻ്റെ പടച്ചവനെ. ഓക്കെ, നമ്മൾ ഫ്രണ്ട് വീല് പൊങ്ങിയിട്ടുണ്ട്. ഇനി പാടായിരിക്കും. ഫ്രണ്ട് വീലേ ഒന്ന് താടി. ഇനിയും അതാണ് വീണ്ടും സർക്കിൾ കളർഫുൾ പാനലിൽ കാണാൻ പറ്റുന്നത്. ഗൈസ്, എനിക്ക് ഫിനിഷ് ബോർഡ് കാണാൻ പറ്റുന്നു ഇവിടെ നിന്ന്. ഇതുകൊണ്ട് ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഫിനിഷ് ബോർഡ് ഇരിക്കണത്. നമ്മളെന്തായാലും ഫിനിഷ് ലൈനിൽ എത്താറായിട്ടുണ്ട്. ഇനി നല്ലോണം സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കണം. ഇവിടെ കാണാൻ പറ്റണ്ട. ഒന്നും കാണാൻ പറ്റണില്ല ഗൈസ്. ഇനി അടുത്ത് ഇറക്കമാണ്. എനിക്ക് തോന്നുന്നത് അവസാനത്തെ നിമിഷം ഇവന്മാർ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇതേപോലെ മരങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കണത്. ഒന്നും കാണാൻ പറ്റൂലല്ലോ.
ഓക്കെ, നമ്മളെപ്പോഴും ഇനി ഇവിടെ നിന്ന് ചാടിക്കാൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഗ്യാപ്പ് ഉണ്ടെന്ന്. ഇല്ല, ഗ്യാപ്പൊന്നും ഇല്ലയാണ്. ഓക്കെ ഗൈസ്, ഇനി എങ്ങനെയാണ് ഇത്? റൊട്ടേറ്റിംഗ് കണ്ടെയ്നർ അല്ല. ഓക്കെ, ഇവിടെ ഒരു ഇതുണ്ടായിരുന്നല്ലേ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫിനിഷ് ലൈനിൽ എത്തിയൊക്കെയാണ്. ഇവിടെ ആയിട്ട് കണ്ടെയ്നർ വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന്. അങ്ങനെ നമ്മൾ ഫിനിഷ് ലൈനിൽ എത്തിയൊക്കെയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ സമ്മാനമൊക്കെ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾ താർ റോക്സ് ഇവിടെ കണ്ടില്ലായിരിക്കും. അവന്മാർ അതാണ്ട് ക്രെയിനൊക്കെ ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ എനിക്ക് അതാണ്ട് 10 ലക്ഷം രൂപയും തന്ന് അത് ഈ ബാഗിനകത്തുണ്ട്. ഇതാണ് താർ റോക്സ്. കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടോളി. ഇതിൻ്റെ ബമ്പർ എന്ന് പറയുന്നത് ഒരു ഫോൺ സൈസും ബമ്പറാണ്. ഫോഗ് ലാമ്പൊക്കെ അതിൻ്റെ അറ്റത്തൊക്കെയാണ് വരുന്നത്. ഈ ബമ്പറിലാണെങ്കിൽ 1-2 ആൾക്ക് കയറി ഇരിക്കാം. പിന്നെ ഗ്രില്ലൊക്കെ ഇങ്ങനെയാണ്. ലൈറ്റ് ആണ് LED ആണ്, ഇങ്ങനെ C ഷേപ്പിലാണ്. പിന്നെ വേണ്ട 5 ഡോറാണ്. ബാക്കിലത്തെ ഡോറിൻ്റെ ഹാൻഡിലാണ്, സൈഡിലാണ്. പിന്നെ പെനോറാമിക് സൺറൂഫ് തന്നെ ഉണ്ട്. പെനോറാമിക് സൺറൂഫ് ഉണ്ട്. പിന്നെ വേറെ ടയേഴ്സ് ഉണ്ട് ഗൈസ്. അത് നമ്മൾ ഈ ചിന്നവരെല്ലാം നമ്മളിങ്ങനെ റോക്സ് വന്ന് കൈ ഇങ്ങനെ കാണിക്കുമല്ലോ, ചെറിയ വരലും വലിയ വരലും, അതേപോലെയൊക്കെയാണ്. ഇതൊക്കെയാണ് സംഭവം. ഇതിൽ അഡാസൊക്കെ ഉണ്ട്. അഡാസ് ഉണ്ട്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിതിൽ കയറി നേരെ പോവാം. എനിക്കൊരു പേടിയുണ്ട്, അതായത് ഇത് താഴെ എത്തിക്കുമ്പം ഇത് ഡാമേജ് ആവുമെന്ന്. എന്തായാലും നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ വീടോട് അടുത്ത് തന്നെ. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്രയും പെട്ടെന്ന്. അതേപോലെ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്നാലും നമുക്ക് വീട്ടിനകത്ത് കയറിയിട്ട് എന്താണ് ചീരിയൊക്കെ പറയാം. നമ്മളെ വീടിൻ്റെ അപ്പോൾ ഇവിടെ എത്തിയൊക്കെയാണ്. നമ്മൾ ഡിഫൻഡർ ഉണ്ട്. അങ്ങനെ നമുക്ക് 2 കാറുകളായി, ഡിഫൻഡറും താർ റോക്സും. ഓക്കെ, ഇപ്പോൾ ഇടിച്ചേനെ. ഇവിടെ ഇങ്ങനെ ഒതുക്കിയിടാം. ഓക്കെ ഗൈസ്, അങ്ങനെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ല, നിങ്ങൾ ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ടാറ്റ ചീരിയോ, ബൈ ബൈ.